നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. രാമനവമി ദിന പൂജകളുടെ ഭാഗമായി സൂര്യതിലകം അണിഞ്ഞ് രാംലല്ല പ്രത്യേകമായി സജ്ജീകരിച്ച സംവിധാനത്തിലൂടെ രാമവിഗ്രഹത്തിന്റെ നെറ്റിയിൽ സൂര്യപ്രകാശം തൊടിയിപ്പിക്കുന്ന ചടങ്ങ് അയോധ്യ രാമക്ഷേത്രത്തിൽ നടന്നു. ഒരു അതുല്യ കാഴ്ചയാണ് ക്ഷേത്രത്തിൽ ദർശിക്കാൻ സാധിച്ചതെന്ന് ഭക്തർ പ്രതികരിച്ചു. ഉത്തരാഖണ്ഡ് റൂർക്കിയിലെ സെൻട്രൽ ബിൽഡിംഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെയും ബംഗളൂരുവിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആസ്ട്രോഫിസിക്സിലെയും ശാസ്ത്രജ്ഞരുടെ സഹായത്തോടെയാണ് സൂര്യതിലകം സാധ്യമാക്കിയത്. ഉന്നത നിലവാരമുള്ള 4 കണ്ണാടികളും 4 ലെൻസുകളും ഉപയോഗിച്ചുള്ള ഒപ്റ്റോ മെക്കാനിക്കൽ സിസ്റ്റം ഇതിനായി ഒരുക്കിയത്. ഇതിന് 19 ഗിയറുകളുണ്ട്. ക്ഷേത്രത്തിന്റെ 3ാം നിലയിൽ സ്ഥാപിച്ച സംവിധാനത്തിൽ വീഴുന്ന സൂര്യരശ്മികൾ കണ്ണാടികളും ലെൻസുകളും ഉപയോഗിച്ച് ശ്രീകോവിലിൽ രാംലല്ലയുടെ നെറ്റിയിൽ പതിപ്പിക്കുകയായിരുന്നു. ഇതിനായി 10 ശാസ്ത്രജ്ഞർ ക്ഷേത്രത്തിൽ ഉണ്ടായിരുന്നു. കണ്ണാടികളുടെയും ലെൻസുകളുടെയും സംയോജനത്താലാണ് സൂര്യപ്രകാശം പ്രതിമയുടെ നെറ്റിയിലേക്ക് കൃത്യമായി പതിച്ചത്. ഉച്ചയ്ക്ക് 12 മണിക്ക് ആരംഭിച്ച് ഏകദേശം 3 മിനിറ്റോളമാണ് പ്രകാശം പതിപ്പിച്ചത്. ഒരു ബിന്ദുവിലേക്ക് സൂര്യരശ്മികൾ കേന്ദ്രീകരിക്കുമ്പോൾ തീവ്രമായ ചൂട് ഉണ്ടാകുന്നു. ഇത് പരിഹരിക്കുന്നതിന് സിസ്റ്റം ഒരു ഇൻഫ്രാറെഡ് ഫിൽറ്റർ ഉൾക്കൊള്ളിച്ചിരുന്നു. ഇത് ചൂടാകിരണം ചെയ്യുന്ന മെറ്റീരിയൽ നിന്ന് നിർമ്മിച്ചതാണ്. ഇത് വിഗ്രഹത്തിലേക്ക് താപം കൈമാറുന്ന ഉയർന്ന ഊർജ്ജമുള്ള ഫോട്ടോണുകളെ തടയുകയോ വ്യതിചലിപ്പിക്കുകയോ ചെയ്യുന്നു. ഈ ഫിൽറ്റർ അപ്പേച്ചറിൽ തന്നെ സ്ഥാപിച്ചിരിക്കുന്നു. 1ാം നിലയിലെ ഒരു ദ്വാരമാണ് അപ്പേച്ചർ. ഇതിലൂടെ സൂര്യപ്രകാശം ശ്രീകോവിലേക്ക് പ്രവേശിക്കുന്നു. സൂര്യൻ ശരിയായ സ്ഥലത്ത് ആയിരിക്കുമ്പോൾ കിരണങ്ങൾ ഗർഭഗൃഹത്തിന്റെ മുകളിൽ നിന്ന് അപ്പേച്ചറിലെ ഇൻഫ്രാറെഡ് ഫിൽറ്ററിലൂടെ പ്രവേശിക്കുന്നു. പിച്ചള പൈപ്പുകൾക്കുള്ളിൽ ഒരു പ്രത്യേക കോണിൽ സ്ഥാപിച്ചിരിക്കുന്ന 4 ലെൻസുകളുടെയും തുല്യ എണ്ണം കണ്ണാടികളുടെയും സംയോജനം രാംലല്ലയുടെ നെറ്റിയിൽ വീഴുന്ന ഒരു ബീമായി രശ്മികളെ സംയോജിപ്പിക്കുന്നു. വെളിച്ചം വിതറുന്നത് ഒഴിവാക്കാൻ പൈപ്പുകൾ, കൈമുട്ട്, സന്ധികൾ എന്നിവയുടെ ആന്തരിക ഉപരിതലത്തിൽ കറുത്ത പൊടി പൂശുന്നു. മുഴുവൻ സിസ്റ്റത്തിലും ബാറ്ററികളോ ഇലക്ട്രോണിക് ഉപകരണങ്ങളോ ഉപയോഗിക്കുന്നില്ല എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. ഈ സിസ്റ്റം സ്വമേധയാ പ്രവർത്തിപ്പിക്കാൻ കഴിയുന്നതിനാൽ ചെറിയ മാറ്റങ്ങൾ വരുത്തിയാൽ വരും വർഷങ്ങളിൽ ഇത് ഉപയോഗിക്കാനാവും. പാല്, പഞ്ചാമൃത അഭിഷേകം എന്നിവയ്ക്ക് ശേഷമാണ് സൂര്യതിലകം രാംലല്ല അണിഞ്ഞത്. ലക്ഷക്കണക്കിന് രാമഭക്തരാണ് ഈ പ്രതിഭാസം കാണാൻ ക്ഷേത്രത്തിലെത്തിയത്. സൂര്യാഭിഷേകം കണ്ട ശേഷം എക്സിൽ പ്രധാനമന്ത്രി ഇങ്ങനെ കുറിച്ചു: എന്റെ നാൽബാരി റാലിക്ക് ശേഷം ഞാൻ രാംലല്ലയിലെ സൂര്യതിലകം കണ്ടു. കോടിക്കണക്കിന് ഇന്ത്യക്കാരെ പോലെ എനിക്കും ഇത് വളരെ വൈകാരിക നിമിഷമാണ്. അയോധ്യയിലെ മഹത്തായ രാമനവമി ചരിത്രപരമാണ്. ഈ സൂര്യതിലക് നമ്മുടെ ജീവിതത്തിലേക്ക് ഊർജം പകരട്ടെ. മഹത്വത്തിന്റെ പുതിയ ഉയരങ്ങൾ താണ്ടാൻ അത് നമ്മുടെ രാജ്യത്തെ പ്രചോദിപ്പിക്കട്ടെ. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.